വെടിപ്പുള്ള ശുശ്രൂഷ, തികവുള്ള ശുശ്രൂഷ, തികവുള്ള ആരാധന. രക്ഷിക്കപ്പെട്ട ദൈവത്തിന്റെ പൈതലെ, ദൈവം നിന്റെ ജീവിതത്തിനകത്ത് ആമേൻ ആമേൻ ഒരു വലിയ ഉയർത്തിന്റെ കാലഘട്ടം. എന്നാൽ നിന്നെ ചെത്തി വെടിപ്പാക്കിയിട്ട് ദൈവം നിന്നെ അവിടുന്ന് ഒരു പുതിയ ശുശ്രൂഷയുടെ വാട് തുറക്കപ്പെട്ട് ഇന്നലെ വരെ അടഞ്ഞു കിടന്നതിന് ഇന്ന് പകലപ്പോൾ തുറക്കപ്പെടുകയാണ്. നിന്നെ ചെത്തി ചെത്തി വെടിപ്പാക്കിയെടുത്ത് നിന്നെ ശുദ്ധീകരിച്ചെടുത്ത് വെണ്മയുള്ളവനാക്കി തീർത്ത് വെണ്മയുള്ളവനാക്കി തീർത്ത് ആണ്ടിന്റെ ആരംഭ മാസങ്ങളിൽ നിന്നെ പുറകുന്ന ഇടങ്ങളിൽ ഈ നിൽക്കുന്ന സ്ഥലങ്ങളിൽ നിൽക്കുന്ന വേദികളിൽ എന്റെ ദൈവം നിന്നെ വെണ്മയുള്ളതാക്കി തീർക്കുന്നതായ ഒരു പകലവർക്ക് വെളിപ്പെടുകയാണ്. ചെത്തി വെടിപ്പാക്കി കഴിഞ്ഞാൽ എന്റെ ശുശ്രൂഷയിൽ വെണ്മയുണ്ട്. ഹല്ലേലൂയ. നിന്റെ ശുശ്രൂഷയ്ക്ക് വെണ്മ വെളിപ്പെടാൻ പോവാ. ഇന്നലെ വരെ ശുശ്രൂഷയിൽ വെടിപ്പായി വന്നിട്ടില്ലെങ്കിൽ ആമേൻ നിന്റെ കർത്താവ് തൊട്ടിട്ടില്ല. ഇന്ന് നിന്റെ ആരാധനയ്ക്ക് ഒരു വെടിപ്പ് വരണമെങ്കിൽ, ഒരു വടി വരണമെങ്കിൽ നിന്നെ ചെത്തി വെടിപ്പാക്കി നിന്റെ പൊന്നുപോലെ പുറത്തു കൊണ്ടുവന്ന കർത്താവ്. ആമേൻ ചെത്തി വെടിപ്പാക്കുമ്പോൾ നിനക്കൊരു വേദന ഉണ്ടായേക്കാം. ചെത്തി വെടിപ്പാക്കുമ്പോൾ നിരാശ വന്നേക്കാം. ചെത്തി വെടിപ്പാക്കുമ്പോൾ കണ്ണുനീര് വന്നേക്കാം. ചെത്തി വെടിപ്പാക്കുമ്പോൾ സന്തോഷം കാണത്തില്ല. എന്നാൽ എന്റെ കർത്താവ് പറയുകയാണ്, നിൽക്കുന്ന വേദിയിൽ, നീ ആരാധിക്കുന്ന സഭയിൽ, നിന്റെ സഭയ്ക്കകത്ത് ഒരു വലിയൊരു ഉണർവ് വ്യാപരിക്കപ്പെടും. ഹല്ലേലൂയ. ഉണർവ് വ്യാപരിക്കണമെങ്കിൽ എന്നെ ഒന്ന് ചെത്തി വെടിപ്പാക്കാൻ, എന്നെ ഒന്ന് ശുദ്ധീകരിപ്പാൻ, ശുദ്ധനാക്കി തീർക്കാൻ. ഒന്നാമത്തെ കാര്യം പറഞ്ഞു, നിന്റെ കൊമ്പുകളെ കർത്താവ് വെട്ടിമാറ്റി കായ്ക്കാത്തതിനെ നീക്കം ചെയ്യും. രണ്ട്, ആമേൻ കർത്താവ് നിന്നെ ചെത്തിയൊന്നും വെടിപ്പാക്കിയെടുക്കും. ആമേൻ ഹല്ലേലൂയ. ചെത്തി വെടിപ്പാക്കുമ്പോൾ നിങ്ങൾ വേദന ഉണ്ടാകും. ഹല്ലേലൂയ. എന്തെല്ലാം അപവാദങ്ങളുടെ മുമ്പിലാ, എന്തെല്ലാം പരിഹാസങ്ങളുടെ മുമ്പിലാ, ഏതെല്ലാം ഒറ്റപ്പെടലിന്റെ മുമ്പിലാ. ആമേ ദാനിയേലേ, നീ ഒറ്റയ്ക്കല്ല. ആമേ മോശയെ, നീ ഒറ്റയ്ക്കല്ല. ശിംശോനെ, നീ ഒറ്റയ്ക്കല്ല. ആമേ രൂത്തേ, നീ ഒറ്റയ്ക്കല്ല. ആമേ സ്വത്രം ചെയ്യുന്നു. ആമേ അകലെ നീ ഒറ്റയ്ക്കല്ല. നിനക്ക് വേണ്ടി ദൈവം കൂടെ ഉണ്ട്. നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവളെ, നീ പ്രാർത്ഥിക്കുന്നവളെ, നീ ആരാധിക്കുന്നവരാണെങ്കിൽ നീ ഭാരപ്പെടേണ്ട ഒരു ഇന്ന് പകലിന്റെ ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് വിളിച്ചു പറയുന്നത്, നീ വെണ്മയുള്ളവനാകണമെങ്കിൽ ചെത്തി വെടിപ്പാക്കപ്പെടുവാൻ. ശുശ്രൂഷകന്മാരൊക്കെ എത്ര വേദന അനുഭവിച്ച് ശുശ്രൂഷിക്കുന്നറിയോ? ഒന്നുകിൽ തലമുറകൾക്ക് ഭാരങ്ങൾ കാണാം, അല്ലെങ്കിൽ സഹോദരിമാർ ഭാര്യ സഹോദരിമാർക്ക് എന്തെങ്കിലും ഭാരങ്ങൾ കാണാം, അല്ലെങ്കിൽ സഭയ്ക്ക് എന്തെങ്കിലും ഭാരങ്ങൾ ഉണ്ടായേക്കാം. എന്താ കാരണം അറിയാമോ? ആമേൻ അവിടെ പാപങ്ങളൊന്നുമല്ല, പക്ഷെ കർത്താവ് ഒന്ന് ചെത്തി ഒന്ന് വെടിപ്പാക്കി. കർത്താവ് നന്നായി നിർത്തുന്ന ഈ ചെത്തി വെടിപ്പാക്കുന്നത് എന്റെ കർത്താവിന് തോന്നുന്ന സമയത്ത് നിന്റെ ആ വേദന അനുഭവം കർത്താവ് മാറ്റിയിട്ട് വെണ്മയാക്കിയുള്ള ശുശ്രൂഷ, കറമാറ്റിയുള്ള ശുശ്രൂഷ, കറമാറ്റിയുള്ള ഒരു ആരാധന ആമേൻ നിന്റെ മേൽ വെളിപ്പെടും. അങ്ങനെ വെളിപ്പെടുമ്പോഴാ നിൽക്കുമ്പോഴൊക്കെ ശുശ്രൂഷയുടെ ശക്തി അങ്ങ് വ്യാപരിക്കണം. ആരാധനയുടെ വ്യാപ്തി വ്യാപരിക്കപ്പെടും. ഇന്ന് പകൽ നിരാശയുടെ മടങ്ങി പോകരുത്. എന്റെ കർത്താവ് പറയുകയാണ്, ആമേൻ നിങ്ങൾ പ്രസംഗിക്കുന്ന, ഞങ്ങൾ പ്രസംഗിക്കുന്ന വചനം നിങ്ങൾ ആരാകാൻ പോവാ? ശുദ്ധരാകാൻ പോവാ. യേശു കുഷ്ഠരോഗിയോട് പറഞ്ഞു, നീ ഇപ്പോൾ ശുദ്ധമാകാം. യേശു പാപത്തെ ശുദ്ധമാകാൻ പറഞ്ഞില്ല. യേശു രോഗിയോട് പറഞ്ഞു ശുദ്ധമാകാൻ പറഞ്ഞു. യേശു വചനം കൊണ്ട് നിന്നെ ശുദ്ധമാക്കുമ്പോൾ യേശുവിന്റെ രക്തം കൊണ്ട് നിന്നെ പാപത്തിന് കറകളിലാകുന്നു. യേശുവിനെ ശുദ്ധനാക്കുന്നത് വചനം കൊണ്ടാണെങ്കിൽ നിന്റെ പാപം കഴുകുന്നത് എങ്ങനെയാ? സ്വന്തം ചെയ്യുന്നു യേശുവിന്റെ വിലയേറിയ രക്തം കൊണ്ട്. ഇന്ന് പകൽ രക്തം കൊണ്ട് നീ കഴുകപ്പെടേണ്ടവനാണെങ്കിൽ, വചനം കൊണ്ട് ശുദ്ധീകരിക്കപ്പെടേണ്ടവനാണെന്നുണ്ടെങ്കിൽ ഇന്ന് പകൽ തിരുവനന്തപുരം ഞാൻ ശുദ്ധനാകുകയാണ്. രോഗത്തിൽ നോക്കി യേശു പറഞ്ഞു, നീ ശുദ്ധമാണ്. ഭാവിയെ നോക്കി യേശു പറഞ്ഞു, ഈ രക്തം കൊണ്ട് നിന്നെ കഴുകപ്പെടാൻ പോവാ.
ഇന്ന് പകൽ നിന്റെ ജീവിതത്തിനകത്ത് ദൈവം ചിലത് തൊടാൻ പോവുകയാണ്. ചില കെട്ടുകൾ അപ്പൻ അഴിക്കുന്ന പകലാണ്, ചില ദുർഘടനകൾ അഴിക്കുന്ന പകലാണ്. നിന്റെ തലമുറയുടെ ഭാവി അവൻ ഉയരുന്നില്ലെങ്കിൽ എവിടെയോ കെട്ടപ്പെട്ട് കിടക്കും. ആമേൻ. തലമുറയുടെ വിവാഹം നടക്കുന്നില്ലെങ്കിൽ എവിടെയോ നീ ബന്ധിക്കപ്പെട്ട് കിടക്കുക. പക്ഷേ എനിക്ക് പ്രാർത്ഥനയുണ്ട്, ആരാധനയുണ്ട്, ഉപവാസമുണ്ട്, പക്ഷെ എന്തുകൊണ്ട് നടക്കുന്നില്ല? നീ എവിടെയോ കെട്ടപ്പെട്ട് കിടക്കും. നീ എവിടെയോ അഴിയാനുണ്ട്, നീ എവിടെയോ ചുരുളഴിയപ്പെടാനുണ്ട്. ആ ചുരുളെന്ന് പകൽക്കാലം പരിശുദ്ധാത്മ അഴിക്കപ്പെടുകയാണ്. ഇന്ന് പകൽ ചുരുളഴിച്ച് പുറത്തു കൊണ്ടുവന്നിട്ട് അത് സൗഖ്യമാക്കുന്നത് പകലുകളാണെന്ന് എന്റെ ദൈവം ഓർപ്പിക്കപ്പെടുകയാണ്. എവിടെയാണോ വരുമാനം കിട്ടാതെ വണ്ണം ആ ചുരുളെ കെട്ടപ്പെട്ട് കിടക്കുന്നത്, ആ ചുരുൾ അഴിച്ചുകൊണ്ട് പകൽക്കാലം ശുദ്ധമാക്കപ്പെട്ടവൻ ദാനിയേലിനെ എല്ലാവരും കൂടെ കയ്യും കാലും കെട്ടി വലിച്ചു തീയിട്ടു. ആരെയാ? പ്രാർത്ഥിക്കുന്നവനെ, ശുചിയുള്ളവനെ എന്റെ കർത്താവ് തൊടാൻ അനുവദിച്ചില്ല. കയ്യും കാലും കെട്ടി സിംഹത്തിന്റെ ഗുഹയിലിട്ടപ്പോഴും അവന്റെ സിംഹം അവന്റെ വായ അടച്ചു കളഞ്ഞു. എന്താ കാരണം? അവന്റെ മേൽ നിൽക്കുന്ന ഒരു അഭിഷേകമുണ്ട്, അവന്റെ മേൽ കിടക്കുന്ന ഒരു വെളിപ്പാടുണ്ട്. ഇന്ന് പകലിൽ പ്രാർത്ഥിക്കുന്നവരാണെങ്കിലും ചില വിഷയങ്ങൾ വരുമ്പോൾ പറയാറുണ്ട്, എനിക്ക് മരിച്ചാൽ മതി അല്ലേ? എന്നാൽ നീ മരിക്കേണ്ടവനല്ല, നീ മരിക്കേണ്ടവളല്ല. എന്റെ യേശു നിന്നോട് പറഞ്ഞ കാര്യമുണ്ട്, എനിക്ക് നിങ്ങൾ വെടിപ്പാക്കിയിട്ട് ഒരു സൈന്യത്തിന് മുമ്പിൽ ഇറക്കി വിടാൻ പോകുന്നു. ഈ തിരുവനന്തപുരം ജില്ല എന്ന് പറയുന്നത് സുവിശേഷകന്മാരുടെയും സഭകളുടെയും ന്യൂ ജനറേഷൻ സഭകളുടെയും അല്ലെങ്കിൽ സ്വത്രം ചെയ്യുന്നു മോഡേൺ സ്റ്റൈൽ ആളുകൾ വെളിപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. മക്കളെ, ദൈവം തന്നെ ആരാധിക്കുന്ന ന്യൂ ജനറേഷൻ ഗ്യാപ്പിലല്ല, ദൈവം തന്നെ ആരാധിക്കുന്ന ഒരു പുത്തൻ കൃപ ഇറങ്ങി വന്നിട്ട് നിന്നെ നിറച്ചു നിൽക്കുന്ന അഭിഷേകത്തുണ്ട്, ആത്മാവിനകത്തുണ്ട്. ഈ പട്ടണത്തിൽ ഒരു വ്യത്യസ്ത ശുശ്രൂഷ വെളിപ്പെടാൻ പോകുന്നത് മറഞ്ഞു കിടക്കുന്ന ചില മർമ്മങ്ങളെ വെളിപ്പെടുത്തി, മറഞ്ഞു കിടക്കുന്ന ചില കെട്ടുകളെ പൊട്ടിച്ച് ഇന്ന് പകൽ ആന്തരികമായ ചില ബന്ധനങ്ങളെ അപ്പൻ അടിച്ചു മാറ്റി ഇന്ന് പകൽ സൗഖ്യമാക്കുന്ന ഒരു വലിയ ദിനങ്ങളാക്കുന്നതിനാൽ അമ്മയോട് സ്തോത്രം ചെയ്യുന്നു. ഹേ മരണമേ, ദേവവിടെ, ഹേ പാതാളമേ, ജൈവവിടെ, മരണത്തെയും പാതാളത്തെ ജയിച്ചവനായ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള കരം, യേശുവിന്റെ രക്തം സകല പാപങ്ങളെയും, യേശുവിന്റെ രക്തം സകല പാപങ്ങളെയും നീക്കുന്നതാകയാൽ ഇന്ന് പകൽ എന്റെ ദൈവം ചില അശുദ്ധികളെ മാറ്റിയിട്ട് ഇതിനകത്ത് ദൈവസാന്നിധ്യം വെളിപ്പെടുന്നുണ്ട്, ഇതിനകത്ത് അധികാരം വെളിപ്പെടുത്തുന്നുണ്ട്, ഇതിനകത്ത് വ്യാപരിക്കപ്പെടുന്നുണ്ട്. നീ അറിയുന്നുണ്ടോ? ഈ കാണുന്നവരിൽ ദൈവാത്മാവിന്റെ തീരകത്ത് വ്യാപരിക്കപ്പെട്ട് ഒരു അഭിഷേകത്തിന്റെ ഭാവങ്ങൾ വെളിപ്പെട്ട് അതിന്റെ ശക്തി വ്യാപരിക്കപ്പെട്ട് എന്നെ എടുത്ത് ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടം വെളിപ്പെട്ട് എന്നെ ഉപയോഗിക്കുന്ന തലവെളിപ്പെട്ട് നിന്നെ ബന്ധിച്ചു നിർത്തിയേക്കുന്ന ചില ശക്തികളെ ഇന്ന് പകൽ എന്റെ ദൈവം അടിച്ചു മാറ്റി യേശുവിന്റെ നാമത്തിൽ ഓപ്പണാകട്ടെ. വരുമാനങ്ങളെ ബന്ധിച്ചു വെച്ചത് ഭാവിയെ തുറച്ചു മാറ്റുന്ന ചില ദുർഘടങ്ങൾ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ. ഒരു പുതിയ അഭിഷേകം, പുതിയ ശക്തിയുടെ കഴിയാവാൻ ഇപ്പോൾ ഭാസിയാണ് സ്വപ്നം ചെയ്യുകയാണ്, സ്വപ്നം ചെയ്യുകയാണ്. ഒരു തീയുടെ അടഞ്ഞിക്കിടന്നതിന് എന്റെ ദൈവത്തിന് ആത്മാവ് തുറന്ന് എന്റെ ദൈവം നിന്നെ തൊട്ടിരിക്കുന്നൊരു പകലാണ്. നിന്റെ നന്മയെ അടച്ചു വച്ചത് നിന്റെ
വലിച്ചടച്ചു പാപത്തിനെ കൊണ്ടുപോകാൻ നിൽക്കുന്ന കേടിയൊരുക്കി വെച്ചിരിക്കുന്ന പല വഴികളിൽ മുമ്പിൽ കിടക്കുമ്പോൾ എന്റെ ദൈവത്തിന് യാഗോർപ്പിക്കുന്നു. ഒരു യോസേഫിനെ ദൈവം മാനിച്ചതുപോലെ എന്റെ ദൈവത്തിന്റെ മാനിപ്പശക്തരാകുകയാണ്. പലരും വഴി മാറിപ്പോയിട്ടും ഇത് പിന്നാലെ യാത്ര ചെയ്ത് ഇത് വഴി അടച്ചുകളെ ശ്രമിച്ച ചില കെട്ടുകൾ എന്റെ ഒപ്പം അടിച്ചു മാറ്റുന്ന മൂന്ന് ഘട്ടങ്ങളിലായിട്ട് എന്റെ ദൈവം തന്നെ ഉപയോഗിക്കും. അതിന് ഒന്നാമത്തെ ഘട്ടത്തിന്റെ ആരംഭങ്ങൾ കുറിക്കപ്പെട്ടതിന് പലരും അതിനെ ബന്ധിച്ചു നിർത്തിയിരിക്കുന്നത് ഇന്ന് പകരപ്പൻ അടിച്ചു മാറ്റുകയാണ്. രണ്ടാമത് ഒരു കൊയ്ത്തിന്റെ ശക്തി ആവരിക്കപ്പെട്ട് മൂന്നാമത്തെ ഘട്ടം ഈ ദേശത്തിന്റെ പട്ടണങ്ങളുടെ രാജ്യങ്ങളുടെ അതിനുവേണ്ടി ഒരുക്കപ്പെട്ടത് ചില നന്മയുടെ മാർഗം തുറന്നുവച്ചത് ആവശ്യ വാക്കുകളുടെ കെട്ടപ്പെട്ടത് യേശുവിൻ നാമം നീങ്ങിപ്പോകട്ടെ. എന്റെ ദൈവത്തിന്റെ ആത്മാവ് നിനക്ക് വേണ്ടി ഇന്ന് പകൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നതിന് പകരം ജീവിതം മതിയാക്കുവാനല്ല, എന്റെ ദൈവം നിന്നെ വിളിച്ചിരിക്കുന്ന വിളി ഒരു വലുതാകൊണ്ട് കഴിഞ്ഞ 9 വർഷം കൊണ്ട് എന്റെ ഉള്ളിനകത്തെ കത്തുന്ന പല വിഷയങ്ങളും എന്റെ ദൈവത്തിന്റെ ആത്മാവെടുത്തു മാറ്റി എന്നെ സൗഖ്യമാക്കുന്ന ഒരു പകലാകയാണ്. ഇന്ന് പകൽ സ്വർഗത്തിന് അപ്പനെ തൊടുകയാണ്. ഒരു വ്യത്യസ്തമാകുന്ന ഒരു ഹോളി സ്പിരിറ്റ്, ഒരു വ്യത്യസ്തമാകുന്ന അധികാരം വെളിയിപ്പെട്ട, ഒരു വ്യത്യസ്തമാകുന്ന ശുശ്രൂഷയെ ആവരിക്കപ്പെട്ട ചില കോട്ടകൾ അടിച്ചു മാറ്റി വഴികളൊക്കെ അടഞ്ഞു കിടക്കുന്നത് ഇപ്പോൾ എന്റെ യേശുവിന്റെ നാമത്തിൽ ഒതുക്കി വെച്ച് കളഞ്ഞത് നമ്മെ അടച്ചു വെച്ചത് അപ്പന്റെ പകൽ തുറക്കുന്നതിന് പകരം എന്റെ വേദനകളെ മനസ്സിലാപ്പനാണ്. എല്ലാവരാലും നിന്ദിക്കപ്പെട്ട, എല്ലാവരാലും അവഗണിക്കപ്പെട്ട, എല്ലാവരാലും പരിഹസിക്കപ്പെട്ടവള് എന്റെ ദൈവം നിന്നോട് ഇടപെടുകയാണ്. ഇന്ന് പകൽ നിന്നെ അവിടെ നിന്ന് എഴുന്നേൽപ്പിക്കുന്ന ഒരു കർത്താവ്. ഉറക്കമില്ലാത്ത രാത്രി, സമാധാനമില്ലാത്ത രാത്രികളെ എന്റെ അപ്പൻ അവിടെ നിന്ന് നീക്കം ചെയ്ത എന്നെ വ്യത്യസ്ത ശുശ്രൂഷകളിലേക്ക് നയിക്കുന്ന ഒരു കർത്താവ്. എന്റെ വഴി അടച്ചു വച്ചതിനെ അപ്പോൾ തുറക്കപ്പെടുകയാണ്. എവിടെ തൊട്ടാലോ അവിടെയൊക്കെ വേദന, എവിടെ തൊട്ടാലോ അവിടെയൊക്കെ പരാജയങ്ങൾ, എവിടെ തൊട്ടാലോ അവിടെ നിന്ദകൾ. ഇന്ന് പകൽ എന്റെ കർത്താവ് നിന്നോട് ദൂത് കൈമാറുന്നത്. ഇന്ന് പകൽ ഒതുങ്ങി പോകുവാനല്ല, ആ കെട്ടഴിഞ്ഞ് ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ പുറത്തു വരട്ടെ. ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ പുറത്തു വരട്ടെ. ജീവിക്കുന്ന കർത്താവ് യേശുവിന്റെ നാമത്തിൽ അഘോരം അഴിഞ്ഞു.
ഇന്ന് പകൽ എന്റെ ദൈവം തൊടുന്നൊരു പകലായി. ഈ വൈകിയ സമയം ദൈവാത്മാവിനെ ഓർമ്മിക്കുന്ന വിഷയമാണ്. ഇങ്ങനെ കെട്ടപ്പെട്ട ചില വണ്ടികളപ്പം തുറക്കപ്പെട്ട അവൻ മരണം മാത്രം അവശേഷിച്ചിരിക്കെ, മരണം മാത്രം അവശേഷിച്ചിരിക്കെ എന്റെ ദൈവം നിനക്കൊരു പുതിയ തലങ്ങൾ തുറക്കപ്പെട്ട എനിക്ക് ആശ്വാസം ആരുമില്ലാതിരിക്കെ എന്റെ ദൈവാത്മാവ് നിന്നോട് ഓർപ്പിക്കുന്ന വിഷയമുണ്ട്. 2025 8ാമത്തെ മാസം നിനക്ക് വേണ്ടി ഒരു പുത്തൻ വാ തുറക്കപ്പെട്ട് എനിക്ക് അവകാശം തരാമെന്ന് പറഞ്ഞതിന് തരത്തിൽ പറഞ്ഞു ഒഴിഞ്ഞു മാറിയതിന് എന്റെ കർത്താവ് ഉള്ളങ്കരങ്ങൾ നിന്നെ ഫലമേൽപ്പിക്കപ്പെട്ട ദൈവം നിന്നെ മാനിക്കുന്ന ദിവസങ്ങളിൽ ഇല്ലായ്മയെ സൂര്യകളെ മാറ്റിയിട്ട് നമ്മുടെ ഭക്തന്റെ ദൈവത്തിൽ തീ ആവരിക്കപ്പെടണം. ഒരു അഭിഷേകത്തിന്റെ തീ നിലവിൽ ആവരിക്കപ്പെടണം. ചൂരച്ചെടിയിൽ കിടന്ന ഏലിയാവിനെ എന്റെ ദൈവം തൊട്ടതാ. നിനക്കെന്താ അവിടെ കാര്യക്കുഞ്ഞ്? നിനക്കൊരു കാര്യമുള്ളത്, നിനക്കൊരു ദൂരയാത്രയുണ്ട്. ഒരു ശുശ്രൂഷയുടെ വാതിലപ്പം തുറക്കപ്പെടുന്നു. കെട്ടപ്പെട്ടത് അപ്പം അഴിക്കപ്പെടുകയാണ്. കൂടെ നിന്നിട്ട് നിനക്ക് നേരെ വെല്ലുവിളിക്കുന്ന, കൂടെ നിനക്ക് നേരെ അപവാദം പറയുന്ന നിന്റെ ശത്രുവിനെ പകരം അപ്പൻ അടിച്ചു മാറ്റിയിട്ട് എന്നെ കൊണ്ട് കഴിയത്തില്ല കർത്താവേ, എനിക്ക് അറിയത്തില്ല എന്താ ചെയ്യണമെന്ന്. എല്ലാ വഴികളും അടഞ്ഞു കിടക്കുക. എന്റെ ദൈവം നിനക്കൊരു പുതിയ വാതിൽ തുറന്ന് ദൈവം നിന്നെ അവിടെ നിന്ന് ചെത്തി വെടിപ്പാക്കിയെടുത്ത് നിന്നെ പൊന്നുപോലെ പുറത്തു കൊണ്ടുവന്നിട്ട് നിന്നെ നിറയ്ക്കുന്ന ഒരു പകലാണ്. അസ്ഥികൾ ഉറങ്ങുന്ന വേദനകള് ഒരു മനുഷ്യനോട് പറയാതെ വേണം അകത്തളങ്ങളിൽ എന്റെ ദൈവത്തോട് മാത്രം നീ പടപെട്ടുന്നവനാ. ആര് എന്നും പറഞ്ഞോട്ടെ എനിക്കത് ഭാരമില്ല, പക്ഷെ എന്റെ ദൈവം എന്നെ കൈവിടത്തില്ലെന്ന് ഈ ദൈവത്തോട് വാക്ക് പറഞ്ഞ് ഒരു നിയമം ചെയ്ത ദിവസങ്ങളുണ്ട്. എന്നാൽ സ്വന്തം ചെയ്യുന്ന കഴിഞ്ഞ 14 വർഷം കൊണ്ട് പല സംഭവങ്ങളിൽ പല വേദികളിൽ ഒറ്റപ്പെട്ടു പോകേണ്ട സ്ഥാനത്തൊക്കെ കൈപിടിച്ച് നടത്തിയവരാ ഞാൻ എന്നെ. എന്നാൽ പെട്ടകം ഓബേദേവിന്റെ വീടിനകത്ത് വന്നത് വൃതാവല്ല. പെട്ടകം നിമിത്തം നീ മാനിക്കപ്പെട്ടു, പെട്ടക നിമിത്തം ആദരിക്കപ്പെടും, പെട്ടക നിമിത്തം ഞാൻ മാനിക്കപ്പെടുന്ന ദിവസങ്ങൾ ഇന്ന് പകലിൽ എന്റെ ദൈവത്തിന്റെ ആത്മാവ് എന്റെ വേദിക്കുന്ന അഭിഷേകത്തെ പുറത്തു കൊണ്ടുവന്ന് നിന്നെ കെട്ടിയത് കെട്ടടിച്ചു മാറ്റി ഒരു വേദി പോലും കാണാതെ വണ്ണം, ഒരു ശുശ്രൂഷ പോലും അവൻ മാനിക്കാതെ വണ്ണം കെട്ടിവച്ചതിന് യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഭാഷിക്കുകയാണ്, അടിച്ചു മാറ്റുകയാണ്. പ്രാർത്ഥിപ്പാൻ കഴിയാതെ വണ്ണം, ആരാധിപ്പാൻ കഴിയാതെ വണ്ണം, ശുശ്രൂഷിപ്പാൻ കഴിയാതെ വണ്ണം അടച്ചു വച്ചിരിക്കുന്ന നന്മകൾ ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ തുറന്നു വരട്ടെ. സകല ബന്ധനങ്ങൾ പ്രവേശിക്കുകയാണ്. ഒരു വലിയ നിറവിന്റെ ശക്തി ആവരിക്കട്ടപ്പ, ഒരു നിറവിനെ ആവരിക്കട്ടപ്പ. റമന ശക റമന ഒരു ശിവന്റെ മേൽ വ്യാപരിക്കപ്പെട്ട ശക്തിയുണ്ട്. റമന ഘടക തുനി റുകോ ധൂനി കമാന ഹസിയ റഹന ദമന എടുത്ത് ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടം. നിനക്ക് വേണ്ടി കരയുന്ന ഒരു കൂട്ടമുണ്ട്, നിലവിളിക്കുന്ന ഒരു കൂട്ടമുണ്ട്, മധ്യസ്ഥ നിൽക്കുന്നവരുണ്ട്. നിന്നെ മാനിച്ച രാജാവിനകത്തുണ്ട്. നീ അകത്തു പോകുമ്പോഴും പുറത്തു വരുമ്പോഴും നീ മാനിക്കപ്പെട്ടവനാ. പക്ഷേ നിന്റെ കർത്താവ് ദൂത കൈമാറുകയാണ്. നിന്നെ നന്മയെ പൂട്ടി വച്ചിരിക്കുന്ന ചില ശക്തികൾ ഇന്ന് പകരപ്പെടുകയാണ്. നിനക്ക് നിൽപ്പാൻ പോലും കഴിയാതെ വണ്ണം കൊണ്ടിട്ട് നിന്നെ അസ്വസ്ഥപ്പെടുന്ന ചില വ്യാപാരങ്ങൾ, ധന്യപ്പിക്കുന്ന വ്യാപാരങ്ങൾ മതി കർത്താവേ എന്നല്ല നിന്നെ മാനിക്കുന്ന ദിവസങ്ങൾ വെളിപ്പെടുന്നു. നിന്നെ ഇവിടെ കൊണ്ട് എത്തിച്ചത്, അവൻ നിന്നെ മാനിച്ചത്, അവൻ നിന്നെ ഉയർത്തിയത് ചെറുതായിട്ടല്ല, വലിയ കൂമ്പാരമായിട്ടാണ്.
ഒരു എരിയുന്ന തീച്ചൂളയിലൂടെ കടന്നുവിട്ട പലപ്പോഴും എല്ലാം ചെയ്യാൻ ശ്രമിച്ചപ്പോഴും എന്റെ ഭക്തനെ എന്റെ ദൈവം മോഹിപ്പിക്കപ്പെടുന്നത് ഒരു വലിയ നിറവിന്റെ കഥ, ഒരു അഭിഷേകത്തിന്റെ കഥ, ഒരു തീയുടെ കഥ, ഒരു വെളിപ്പാടിന്റെ കഥ എന്ന് വ്യാപരിക്കപ്പെടുന്നുണ്ട്. നിനക്കൊരു ശുശ്രൂഷകൾ വ്യാപരിക്കപ്പെടുന്നുണ്ട്. ഒരു യാത്ര എന്റെ അപ്പൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. പെട്ടെന്നൊരു വിളി, പെട്ടെന്നൊരു കോള്, പെട്ടെന്നൊരു വിളി നിനക്കുണ്ടാകും. അത് നീ പാമിച്ചതിനെ പറിച്ചു കളഞ്ഞിട്ട് നീ ഓടി അതിനെ കൈത്തൊക്കെ പിടിച്ചെടുക്കുന്ന കാലഘട്ടം വെളിപ്പെട്ട് ഇതൊക്കെ സമയമെടുത്തിരിക്കുന്നതായി സ്വന്തം ചെയ്യുകയാണ്. യേശുവിന്റെ വ്യാപാരമേ മുദ്രയിടപ്പെടുകയാണ്. കാൽ ചവിട്ടുന്ന ഇടം നീ കൈവശമാക്കുന്നവളാണ്. എവിടെ നീ കാൽ കുത്തിക്കുന്നോ അവിടെ നീ അവകാശമാക്കിക്കൊണ്ട്. പക്ഷേ ഇപ്പോൾ ചില ബന്ധനത്തിൽ പെട്ട് കിടക്കുന്ന അനുഭവങ്ങൾ, ഊരാൻ പറ്റാത്ത ചില കുരുക്കുകൾ കൂടെ പെട്ട് കിടന്നിട്ട് എന്നെ തള്ളിക്കളഞ്ഞു കർത്താവേ. ഇല്ല, തള്ളിക്കളയുന്ന അപ്പനല്ല നിന്റെ അപ്പൻ. ഒരു നിറവിന്റെ ശക്തി കിടപ്പുണ്ട്. ഒരു വേദി അപ്പൻ ഒരുക്കുന്നുണ്ട്. പലരും നിന്റെ വഴി അടച്ചു കളഞ്ഞതാ. അടച്ചതിനപ്പുറം തുറക്കപ്പെട്ട് ചില ദിവസങ്ങളിൽ താമസത്തിന് വഴി തുറക്കപ്പെട്ട് ഒരു ഭ്രാന്തന് വേണ്ടി നീ പ്രാർത്ഥിക്കാൻ പോകും. ചങ്ങലയിൽ കെട്ടപ്പെട്ട് കിടക്കുന്നവനെ അടിച്ചു വിട്ട് നീ കരഞ്ഞ് പ്രാർത്ഥിച്ച പുറത്തു കൊണ്ട് വന്നവളാണെങ്കിൽ ഇനിയും മൂന്നാമതൊരു ശക്തിയുടെ ശുശ്രൂഷ വിളിക്കും. അവരെ മലയാളം ചെയ്യുന്നതിനാൽ പുനരട്ടെ. വീടിനകത്ത് എന്റെ മഹത്വം വെളിപ്പെടും. എന്റെ വീടിനകത്ത് ശക്തി ആവരിക്കപ്പെടും. നിന്റെ പ്രോപ്പർട്ടിയുടെ മേൽ ബന്ധിച്ചു വച്ചതിന് അപ്പൻ തുറക്കപ്പെടുന്ന നിമിഷം വെളിപ്പെടും. മുഖാന്തരം ചില വഴികളെല്ലാം അടഞ്ഞിട്ടുണ്ട്. അതിനകത്ത് കാലുകുത്താൻ പോലും കഴിയാതെ വണ്ണം നിന്നെ വെല്ലുവിളിക്കുന്ന ചില ആധിപത്യങ്ങള് എന്റെ യേശു ക്രിസ്തുവിന്റെ നാമം ഞങ്ങൾ ഖണ്ഡിച്ച് ഞങ്ങൾ വിടുതലാവരിക്കണമേ. മുഖത്തുള്ള അസ്ഥികൾ കൊണ്ട് വേദനിക്കപ്പെട്ട നിവർന്നിൽപ്പാൻ ഇരിപ്പാനെ കഴിയാതെ വണ്ണം എന്നെ വെല്ലുവിളിക്കുന്ന ചില ആധിപത്യങ്ങളെ കർത്താവ് തൊട്ടുകൊടുത്തതിനായി സ്തോത്രം ചെയ്യുന്നു. ഒരു നിമിഷം നിൽക്കാമോ? നമുക്ക് ദൈവത്തിൽ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. Hallelujah. കുശവന് തന്റെ പിണ്ടത്തിന് മേൽ അധികാരമുള്ളത്. നമ്മളോട് സംസാരിച്ച സർവശക്തന് നമ്മുടെ മേൽ അധികാരമില്ല. അവിടുന്ന് കൽപ്പിച്ചാൽ അതുപോലെ സംഭവിക്കും. അവിടുന്ന് തുറന്നാൽ ആർക്കും അടയ്ക്കുവാനും കഴിയില്ല. അവിടുന്ന് അടച്ചാൽ ആർക്കും തുറക്കുവാനും കഴിയില്ല. എന്റെ യേശുവിന് അസാധ്യമായി ഒന്നുമില്ല.
വല്ലഭൻ ചൊല്ലിൽ എല്ലാമാകും ഇല്ലാവോരില്ലാതാകും വന്മതിൽ പോലുള്ള ദുഃഖവും പൊൻകരത്താൽ നീക്കിയിടും നേരിന്റെ വഴിയിൽ നടന്നാൽ നന്മകൾ ദിനവും നൽകുന്നേ. വിശ്വസ്തൻ നീതിമാൻ സൈന്യത്തിൻ നായകൻ എൻ ദൈവത്താൽ കഴിയാത്തത് ഏതുമില്ല. തിരുനാമത്താൽ സാധ്യതയില്ലാതില്ല. വചനം നൽകിയിടും വിടുതൽ യാചന കേൾക്കുന്നതാ. മരുഭൂമിയാത്രയിൽ അജയോടെ കൂടെ വാഴും. താഴാതി താഴും കരുത്താൽ വീഴാതെ ഉയർത്തും കരുത്താൽ. വിശ്വസ്തൻ നീതിമാൻ സൈന്യത്തിൻ നായകൻ. നാം ഉയർത്തുന്നത് അധികാരമുള്ള ഒരു ദൈവത്തെയാണ്. നാം ഉയർത്തുന്നത്, നാം സേവിക്കുന്നത്, നമ്മളോട് നന്മ കാണിക്കുന്ന ഒരു ദൈവത്തെയാണ്. നാം ഹല്ലേലൂയ ആരാധിക്കുന്നത് ജീവനുള്ള കർത്താവിനെയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, അതിന്റെ അർത്ഥം നാം നശിച്ചു പോകാൻ ദൈവം സമ്മതിക്കില്ല. നാം ഹല്ലേലൂയ നാശമായി പോകാൻ ദൈവം അനുവദിക്കത്തില്ല. ഓ, നാം ലജ്ജിച്ചു പോകാൻ എന്നെ യേശു സമ്മതിക്കില്ല. ഹല്ലേലൂയ, ഈ ദൈവം എന്നും എന്നേക്കും നമ്മുടെ ദൈവം. ഹല്ലേലൂയ. അവിടെ നമ്മളെ കൈപിടിച്ചു കരങ്ങളെ കർത്താവിനെ സ്തുതിക്കാമോ? ഒരിക്കൽ കൂടി ഒന്ന് സ്തുതിക്കാമോ? ഈ ദൈവം എന്റെ ദൈവം. കരങ്ങളടിച്ച് എൻ പിതാവല്ലോ എന്താണ് അവേ. ഈ ദൈവം എന്റെ ദൈവം, എൻ പിതാവല്ലോ എന്താണ് അവേ. സർവശക്തനാണല്ലോ എന്റെ ദൈവം, ഇല്ല സാധ്യമൊന്നുമില്ല. സർവശക്തനാണല്ലോ എന്റെ ദൈവം, ഇല്ല സാധ്യമൊന്നുമില്ല. അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ എൻ പിതാവല്ലോ എന്താണ്. അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ എൻ പിതാവല്ലോ എന്താണ്. അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ എൻ പിതാവല്ലോ എന്താണ്. Hallelujah, hallelujah, Yeshua. Karavadhana Sriga Tere Nagana Tere Sara. Mana Shabda Tere Thana Yano Agra. Yeshua Nama. Yehovah Shama. Yehovah Rafa. Yehovah Yire. Puriya Variga. Abba. Abba. Puriya Variga. Hallelujah.
വഹിച്ചു നടത്തുന്ന എല്ലാ കൃപയ്ക്കും കണ്ണുകളടയ്ക്കാം ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാം. ഇതുവഴികളിൽ നമ്മളോട് കേൾപ്പിച്ച പദ്ധതികളുമായി നമ്മുടെ ദിവസം പൂർണ്ണമായും പ്രചോദിക്കാം. ആ ഒരു കൊമ്പ് നമ്മൾ ആകരുതി അവൻ പലപ്പോഴും